അസ്സലാമു അലൈക്കും. ഞാൻ അബൂ റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ കാണുന്നവരിൽ പ്രായം കൂടി എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. വയസ്സ് 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല എന്നൊക്കെ പറയുന്ന ചില സഹോദരിമാരുടെ കമന്റുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചിലർ പറയും വയസ്സ് കുറെ ആയിട്ടുണ്ട്, എന്നാലും ചാനൽ കാണാൻ തുടങ്ങിയതോടെ ഒരു പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നവരെയും കാണാം. 10ഉം 15ഉം അതിലേറെയും കൊല്ലമൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുമായി നടന്നിട്ടും ഗർഭധാരണം നടക്കാതെ ഉണ്ടായിരുന്നവർ ചാനലിൽ വന്ന് കുറച്ചു കാലം ടിപ്സുകൾ ചെയ്ത് ഞാനും ഗർഭിണിയായി എന്ന് പറയുന്നത് കാണുമ്പോൾ വയസ്സൊരുപാടായി, എനിക്ക് ഗർഭമാവില്ല, നല്ല പ്രായമൊക്കെ കഴിഞ്ഞുപോയി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് എല്ലാം അവസാനിപ്പിച്ചിടത്തു നിന്നും ഈ ചാനലിലെ ഇങ്ങനെയുള്ള പോസിറ്റീവ് കമന്റുകൾ കാണുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ വീണ്ടും ഒരു മോഹം, പടച്ചോനെ ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കിയാലോ. അങ്ങനെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെ എന്നെ വിളിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനം പേരും 35-40 വയസ്സിന്റെ പരിധിയിലുള്ളവരാണ്. വിവാഹം കഴിഞ്ഞ അധിക വർഷങ്ങളാവാത്തവരെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതും ഇങ്ങനെ പ്രായമായവരെയാണ്. ഇനിയൊന്നും നടക്കില്ല, ഇനി ഒരു ഉമ്മയാവാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഉപ്പയാവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് കണ്ണീരോടെ കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ മുന്നിലുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള മുഖ്യമായ ഒരു തടസ്സം എനിക്ക് വയസ്സ് കൂടി എന്ന ചിന്തയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ഗർഭസാധ്യത ഇല്ല എന്നതാണ് അവർ ചിന്തിക്കുന്നത്. വയസ്സ് കൂടുമ്പോൾ ഗർഭസാധ്യത മറ്റുള്ളവരെക്കാൾ കുറയും എന്നത് സത്യമാണ്. എങ്കിലും വയസ്സ് കൂടി എന്നതുകൊണ്ട് ഗർഭമാവില്ല എന്ന് കരുതി നിങ്ങൾ കഴിയരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വായിച്ചതും ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ്, എനിക്ക് 41 വയസ്സുണ്ട് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കമന്റാണ്. ഇന്നലെ നമ്മളിട്ട വീഡിയോക്ക് താഴെ കാണാം ആ കമന്റ്. അതേപോലെ 3 ദിവസം മുന്നേ ഗ്രൂപ്പിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞ ഒരു സഹോദരിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 20 കൊല്ലമായിട്ടുണ്ട് എന്നവർ ആ മെസ്സേജിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വയസ്സ് കൂടിയവർ തന്നെ ഗർഭിണിയായി എന്ന് പറയുന്ന ഒട്ടേറെ പോസിറ്റീവ് കമന്റുകൾ നമ്മുടെ സക്സസ് സ്റ്റോറികളിൽ നമ്മൾ വായിച്ചതുമാണ്. അതുകൊണ്ട് വയസ്സ് കൂടിയാൽ ഗർഭിണിയാവില്ല എന്ന ചിന്ത ആദ്യമേ മാറ്റിവെക്കുക. കുട്ടികളെ തരുന്നത് പടച്ചോനാണ്. അത് തരില്ല എന്ന് തീരുമാനിച്ച് സങ്കടപ്പെട്ട് കൊണ്ടിരിക്കുന്ന പണി നമ്മൾ ആദ്യം നിർത്തി, എത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഞാൻ ശ്രമിച്ചാൽ എനിക്കും ഗർഭിണിയാവാൻ കഴിയും എന്നൊരു മനക്കരുത്ത് നമ്മളിൽ ഉണ്ടാവണം. ഭാര്യയിൽ മാത്രം പോരാ, ഭർത്താവിലും വേണം. ഭാര്യ ഇവിടെയുള്ള സക്സസ് സ്റ്റോറി ഒക്കെ കണ്ട് തന്നെ പോലെ 35-40 വയസ്സുള്ളവരൊക്കെ ഗർഭിണിയായി എന്ന് പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അത് ആദ്യം ചെന്ന് പറയുക ഭർത്താവിൻ്റെ അടുത്താകും. അത് കേൾക്കുമ്പോൾ തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാകരുത് ഭർത്താവിന്. ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, കുറേ കാലം മരുന്ന് കുടിച്ചു, നല്ല പ്രായമൊക്കെ കഴിഞ്ഞുപോയി, എന്നിട്ട് ഇനി ഒരു ചാനലിൽ പറയുന്നത് കേട്ടാണോ ഗർഭിണിയാവാൻ പോകുന്നത് എന്ന മൈൻഡ് ഉണ്ടാവാതെ ഞങ്ങൾക്ക് 40-ാം വയസ്സിലും അല്ലെങ്കിൽ 35-ാം വയസ്സിലും ഗർഭിണിയാവാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊരു പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് വേണ്ടത്. വിഷയം കേൾക്കുമ്പോൾ തന്നെ അതൊന്നും ഇനി നടക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ പിന്നെ അത് നടത്തി തരാൻ ആരും വന്നെന്ന് വരില്ല. നേരെ മറിച്ച് പ്രായം കൂടിയവർക്കും മക്കളുണ്ടാകുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞിക്കാൽ ഉണ്ടാകാൻ പടച്ചോൻ കണക്കാക്കിയ സമയത്ത് അതുണ്ടാവട്ടെ, ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടരും എന്ന കരുത്ത് നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. ഗർഭധാരണം നടക്കുമോ ഇല്ലയോ എന്ന 2 മനസ്സുണ്ടാകരുത്. റിസൾട്ട് തരുന്നത് പടച്ചോനാണ്. അവൻ്റെ വിധികൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യുക. എന്താണ് വയസ്സുകൂടിയവർ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ മനസ്സിനെ ഉഷാറാക്കുക എന്നത് തന്നെയാണ്. എനിക്ക് കുറെ വയസ്സായി എന്ന കാഴ്ചപ്പാട് ആദ്യം ഒഴിവാക്കുക. 35-ഉം 40ഉം ഒന്നും പ്രായമായവരെ വയസ്സല്ലല്ലോ. നല്ല ഉഷാറും ചുറുചുറുക്കും ഒക്കെ ഉണ്ടാവേണ്ട പ്രായമാണത്. മനസ്സിൽ പ്രായം കൂടി എന്ന് എപ്പോൾ തോന്നി തുടങ്ങുന്നോ അപ്പോൾ മുതലാണ് നമ്മുടെ ശരീരവും പ്രായക്കൂടുതൽ കാണിക്കുക. അതുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക. പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, സംസാരിക്കുക. മനസ്സിൽ നല്ല പ്രതീക്ഷകൾ കൊണ്ട് നിറക്കുക. എനിക്കും ഗർഭിണിയാവാൻ കഴിയും, പടച്ചോൻ എനിക്കും മക്കളെ തരും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ആശ മുറിഞ്ഞവരാവരുത് നമ്മൾ എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. 40-ാം വയസ്സിൽ ഗർഭിണിയാവാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ മുന്നിൽ കുറെ പ്രതിസന്ധികൾ ഉണ്ടാകും. സ്ത്രീകളിൽ അണ്ടം കുറവുണ്ടാകും, അതേപോലെ അബോർഷൻ സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീക്ക് 40 വയസ്സാണെങ്കിൽ സ്വാഭാവികമായും ഭർത്താവിന് അതിലേറെ വയസ്സുണ്ടാകും. ചിലപ്പോൾ ബീജപ്രശ്നങ്ങൾ ഉണ്ടാകും, ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും നമ്മൾ അലട്ടാൻ പാടില്ല. ഓരോ പ്രശ്നവും ഓരോന്നായി ക്ഷമയോടുകൂടി പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും.
മനസ്സിന്റെ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരഭാരം കൂടുതലുണ്ടെങ്കിൽ അത് കുറക്കുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ ആരോഗ്യകരമായി എത്രയാണ് ശരീരഭാരം വേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുവേണ്ടി ഭക്ഷണ വ്യായാമ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നേരത്തെ ഉറങ്ങുക അടക്കമുള്ള ജീവിതശൈലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് തടി കുറക്കാൻ നോക്കരുത്. ഒരു ഗർഭധാരണത്തിന് വേണ്ട ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പിന്തുടരുന്നതിൽ നല്ല ശ്രദ്ധ കൊടുക്കാൻ നാം തയ്യാറാകണം. ആരോഗ്യകരമായ ഭക്ഷണം, അതായത് പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം അണ്ഡങ്ങളുടെ വളർച്ചയ്ക്കും ബീജങ്ങളുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും ഏറെ പ്രധാനമാണ്. പലപ്പോഴും സ്ത്രീകളിൽ പ്രായം കൂടുമ്പോൾ AMHന്റെ അളവ് കുറയും. അത് തിരിച്ചു പിടിക്കാനുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഭക്ഷണം സെലക്ട് ചെയ്യേണ്ടത്. AMH കുറവാണ് എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളിവിടെ പറയുന്ന ടിപ്സുകൾ ചെയ്തു തന്നെ എത്രയോ പേർക്ക് അത് കൂടിയത് നിങ്ങളൊക്കെ കണ്ടു കാണും. ആരോഗ്യകരമായ ഗർഭധാരണം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക. പ്രോട്ടീന്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഭക്ഷണത്തിന്റെ മറ്റ് ഘടകങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചായ, കാപ്പി, കോളകൾ, ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം ആരോഗ്യകരമായ സൂപ്പുകൾ കഴിക്കുക. ബ്രോക്കോളി, അവോക്കാഡോ, ഒലിവ് ഓയിൽ, ഫ്ലക്സ് സീഡ്, എള്ള്, കോളിഫ്ലവർ, ബീൻസ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ കൂടുതലായി കഴിക്കണം. ഗർഭധാരണത്തിന് ഫോളിക് ആസിഡ് വളരെ പ്രധാനമാണ്. ഒമേഗ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രധാനമാണ്. വിറ്റാമിൻ ബിയും വിറ്റാമിൻ ഡിയും കാൽസ്യവും ഇരുമ്പും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഗർഭധാരണത്തെ വേഗത്തിൽ സഹായിക്കും. പച്ചക്കറി സാലഡുകളും നട്സുകളും സ്മൂത്തികളും കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സപ്ലിമെന്റുകളുടെ സഹായം കൂടി സ്വീകരിക്കാം. വൈറ്റമിൻ ഇ സപ്ലിമെന്റ്, ഫോളേറ്റ് സപ്ലിമെന്റുകൾ, കാൽസ്യം സപ്ലിമെന്റുകൾ, ഇങ്ങനെയുള്ള സപ്ലിമെന്റുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കഴിക്കുന്നത് പോഷകങ്ങൾ വർദ്ധിപ്പിക്കാനും ഹോർമോൺ നില മെച്ചപ്പെടുത്താനും സഹായിക്കും. ഓവുലേഷൻ നടക്കുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓവുലേഷൻ കിറ്റ് ഉപയോഗപ്പെടുത്തുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ വീഡിയോകളിൽ പറഞ്ഞ ലെഗപ്പ് വാൾ പൊസിഷൻ മുതൽ ഗർഭധാരണം എളുപ്പമാക്കാൻ സഹായിക്കുന്ന സെക്സ് പൊസിഷനുകൾ വരെ സ്വീകരിക്കുക. ടെൻഷനും സമ്മർദ്ദങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഭാര്യയും ഭർത്താവും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഗർഭധാരണം ആഗ്രഹിച്ച് ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക. ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാനും മടിക്കരുത്. 40 വയസ്സിലോ അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമോ ഗർഭിണിയാകാനുള്ള സാധ്യത കുറയുന്നു എന്നതൊരു വസ്തുതയാണ്. എന്നാൽ അതേസമയം 40 വയസ്സിന് മുകളിലുള്ള ധാരാളം സ്ത്രീകൾ ഇന്ന് ഗർഭിണികളാവുകയും ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറയുന്ന ടിപ്സുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മനസ്സറിഞ്ഞ് പ്രതീക്ഷയോടെ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.